നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 3 ടൈപ്പ് സാരിയാണ്. ഒന്ന് ലിനൻ, ഒന്ന് ചന്തേരി, ഒന്ന് സെമി സിൽക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ലിനൻ സാരി നമ്മൾ സാധാരണ എപ്പോഴും കാണിക്കുന്നതാണ്. അതിൽ നിന്നൊരു ചെറിയ ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സാരി. ഇവിടെ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്, കൂടുതലല്ല മിക്കപ്പോഴും കണ്ടിട്ടുള്ളത് സിൽവർ സെറിയാണ് ബോർഡറിൽ വന്നിരിക്കുന്നത്. ഇത് നേരെ തിരിച്ച് തനി ഗോൾഡൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മെഹന്തി, ഒരു അത്രയും ഡാർക്കായിട്ടുള്ള ഒരു സെറിയാണ് വന്നിരിക്കുന്നത്. പിന്നെന്താ, പാർട്ടി വെയറാണ്. ഞാൻ ഇതിനെപ്പറ്റി പിന്നെ ലിനൻ സാരിയാണ്. ലിനൻ സാരി സെമി ലിനനാണ്. ധാരാളം, എപ്പോഴും ഞാൻ പറയുന്നത്, ധാരാളം ആൾക്കാരുടെ ഫേവററ്റാണ്. അതിനകത്ത് പല ഘടകങ്ങൾ ഒത്തുചേരുന്നതുകൊണ്ടാണ് അത്ര ഇഷ്ടം. ഈ ഒരു ഡീപ്പ് ബ്ലാക്ക് എന്നുള്ളത് ശരീരത്തോട് നല്ല ചേർന്ന് കിടക്കും. പിന്നെ സ്റ്റാർച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, സ്റ്റാർച്ച് കുഴപ്പമില്ലെന്നല്ല, സ്റ്റാർച്ച് ചെയ്യണ്ട. സ്റ്റാർച്ച് ചെയ്യുന്ന നിർബന്ധമുള്ളവർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. സ്റ്റാർച്ച് ചെയ്യാത്തതാണ് ഇതിൻ്റെ സ്റ്റൈൽ. ലിനൻ എപ്പോഴും ആ ഒരു സ്റ്റാർച്ച് ഇല്ലാതെ തളർന്ന് കിടക്കുന്ന ആ ഒരു സ്റ്റൈലാണല്ലോ ലിനൻ്റെ. ഷർട്ടിനൊക്കെ വരുമ്പോൾ അല്ല, സാരിക്ക് വരുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡ്രൈ വാഷേ പാടുള്ളൂ. അത് ഞാൻ പറഞ്ഞു തന്നെയാണ് തരുന്നത്. ചിലരൊക്കെ ഇത്, ഞാൻ ഈ ലിനൻ സാരി കൊടുക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി, എത്രയോ പേര് മേടിച്ചേക്കുന്നു. എന്നാലും അതിൻ്റെ ഒരു ഒളിമ ശോഭയ്ക്കും ഒരു കുറവും വന്നിട്ടില്ല. ഇപ്പോഴും ആൾക്കാർക്ക് ധാരാളമായിട്ട് ആവശ്യമാണ്. പിന്നെ എന്നാലും നമ്മൾ പറഞ്ഞ് തന്നെയാണ് കൊടുക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ഇത് സ്വന്തമായിട്ട് വാഷ് ചെയ്തവരുണ്ട്, ഷാമ്പൂവിലൊക്കെ മുക്കി വാഷ് ചെയ്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ഓൺ റിസ്ക് ചെയ്യുക. ഇതിൻ്റെ മാനുഫാക്ചറർ പറയുന്നത് ഡ്രൈ വാഷാണ് പറയുന്നത്. മിനിമം ഫസ്റ്റ് വാഷെങ്കിലും ഡ്രൈ വാഷേ ചെയ്യാവുള്ളൂ. പിന്നെ നല്ല ഡീപ്പ് ജെറ്റ് ബ്ലാക്കാണ്. കണ്ടോ, നല്ല ബോർഡറല്ലേ, നല്ല എടുപ്പാണ്. ഇതിനൊരു ആ ഒരു ഫങ്ഷൻ ടച്ച് തരുന്നത് അതിൻ്റെ ആ ബോർഡറാണ്. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ കാണാറുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇത് വരുന്നത്. എന്താ, ബോഡിയും ആ പ്രിൻറ്റുകളൊക്കെ പലതും മാറി മറിച്ചൊക്കെ വരും. പിന്നെ മുന്താണി ഇതാണ് മുന്താണിക്ക് വരുമ്പം ആ ഒരു സിൽവർ, നല്ലപോലെ സിൽവറിൻ്റെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. സിൽവറിൻ്റെ ഒരു ത്രെഡാണ് ഇങ്ങനെ നല്ല രീതിക്ക് കട്ടിക്ക് പോയിട്ടുണ്ട്. ടാസിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ബ്ലൗസും കൂടെ നോക്കാം. ബ്ലൗസ് വന്നിട്ട് ഈ ഒരു ബോർഡറോട് കൂടി പ്ലെയിൻ, കണ്ടോ, പ്ലെയിൻ ബ്ലൗസാണ്. ബ്ലൗസിൻ്റെ ഭാഗത്ത് ഇതില്ല, ഡിസൈൻ ഇല്ല ബോഡിക്ക്. പക്ഷെ കയ്യിൽ ഈ ഒരു ബോർഡറും കൂടെ വരും, നല്ല ഭംഗിയായിരിക്കും. എനിക്കത് കാണിക്കണമെന്നുണ്ട്. ഞാൻ ഒന്നാമത് ഇങ്ങനത്തെ സെറികളുടെ ഒരു ഭ്രാന്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചെറിയ പ്രായം തൊട്ടേ ഇഷ്ടമാണ്. ഇങ്ങനെ ഞാൻ എപ്പോഴും പറയത്തില്ലേ, പട്ടുപാവാട നഗയത്തിലൊക്കെ ഇങ്ങനെ ഇത് കൊണ്ട് നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ബോർഡർ. അപ്പോൾ അത് കയ്യിലും കൂടെ വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. അതിന് ചേരുന്ന നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഓർണമെൻറ്റ്, സ്വർണം അങ്ങനത്തെ സംഭവങ്ങളല്ല, അല്ലാതെ ഇപ്പോൾ ബ്ലാക്ക് മെറ്റലോ അങ്ങനത്തെ സാധനങ്ങളോ ഒക്കെ കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ഫങ്ഷൻ സാരിയാണ്. പിന്നെ അതിനകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഡ്രൈ വാഷ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അതിൻ്റെ അതുപോലെ ഡീപ്പായിട്ടുള്ള ഡൈയിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് വാഷ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ശരിയായില്ലെങ്കിൽ കമ്പനി ഉത്തരവാദിയല്ല. ഇതിനകത്ത് ഡിസൈൻസ് മാത്രമേ വ്യത്യാസപ്പെടുന്നുള്ളൂ. ഇതിനിപ്പോൾ വന്നിട്ട് ഒരു ഇതുണ്ടോ, ലീഫിൻ്റെ ഒരു ഡിസൈൻ. ഇനി അടുത്തത് ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ പ്യുവർ ബ്ലാക്ക് മാത്രമായിട്ട് വരും. നമുക്കിപ്പോൾ വന്നിരിപ്പുണ്ട് ബ്ലാക്ക് ഇഷ്ടം പോലെ, ബ്ലാക്ക് മാത്രമായിട്ട്, ഗോൾഡൻ സെറിയായിട്ട് ബ്ലാക്കുമായിട്ട് മാത്രമായിട്ട് വരും. ബ്ലാക്ക് മെറൂണും കൂടെ വരും. ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ബ്ലാക്ക്, വൈറ്റ്, മെറൂണ്, ഗോൾഡൻ അല്ല, ഒരു മെഹന്തി, ഇച്ചിരി കൂടെ ഗോൾഡിനെ കഴിഞ്ഞും കുറച്ചും കൂടെ ഡാർക്ക്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസ് ഓരോന്നിനും ഓരോന്നാണോ എന്നറിയത്തില്ല, ചിലപ്പോൾ ആയിരിക്കാം. മിക്കവാറും എല്ലാത്തിനും പ്ലെയിൻ വിത്ത് ബോർഡറാണ്, അങ്ങനെ വരുള്ളൂ. കാരണം പ്ലെയിൻ വിത്ത് ബോർഡർ.
അത് തന്നെ ഇതുണ്ടോ, പ്ലെയിൻ വിത്ത് ബോർഡർ. അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് ഈ മാംഗോ ഡിസൈൻ. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമുള്ള ഒരു ഡിസൈനാണ് മാംഗോ ഡിസൈൻ. ഇത് മാംഗോ ഡിസൈൻ അല്ലേ? ആണ്. മാംഗോ ഡിസൈൻ പോലെ വരച്ച് കൊണ്ടുവന്നിട്ട് അതിന് ഏതാണ് നമ്മൾ കൊച്ചു കൊടുത്തിരിക്കുവാണ് മാംഗോ ഡിസൈൻ എന്ന് പറയാം. ഇങ്ങനെ ഇരിക്കും സംഭവം. ലിനൻ സാരിയെപ്പറ്റി ഞാൻ ഓരോ പ്രശ്നം കാണിക്കുമ്പോൾ ഓരോ പ്രസംഗങ്ങൾ നടത്തുന്ന അറിയാവുന്നവരെ വാങ്ങിക്കാവുള്ളൂ. കണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ നോക്കിലല്ല ഇതിൻ്റെ ഭംഗിയിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ ബ്ലൗസ് വെച്ച് തയ്ച്ച് ഉടുത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഭംഗിയിരിക്കുന്നത്. അതൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് ഓർത്ത് മാത്രം പറയാത്ത കേട്ടോ. ഇത് മുന്താണിയൊക്കെ ഏകദേശം എല്ലാത്തിൻ്റെയും സെയിം. ഇവിടുത്തെ ഡിസൈൻസിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡർ, അത്രേ ഉള്ളൂ. 4 ഡിസൈനാണ് ടോട്ടൽ. നല്ലല്ലേ ഈ സാരി? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ലുക്കിൽ കണ്ടോ. താഴത്തെ ബോർഡർ ഇത് തന്നെ കേട്ടോ. താഴത്തെ ബോർഡർ മുകളിലത്തെ ബോർഡർ താഴത്തെ ബോർഡർ മുകളിലത്തെ ബോർഡർ ഒന്ന് തന്നെയാണ്. ഈ ബോഡിയിലെ പ്രിൻറ്റിലും ഇവിടുത്തെ ഒരു ഡിസൈനിലും ഒക്കെ മാത്രമേ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസ് ഉള്ളൂ. മുന്താണി എങ്ങനെ, ബ്ലൗസ് നോക്കേണ്ട കാര്യമില്ല. പ്ലെയിൻ വിത്ത് ബോർഡർ. ഈ ഒരു ബോർഡർ വന്നിട്ട് പ്ലെയിൻ. അത് കയ്യാൽ അത് വെച്ച് തന്നെ തയ്ച്ചിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ട് തയ്ക്കുന്നിടത്ത് തയ്പ്പിക്കണം. അപ്പോൾ എന്നാ രസമായിരിക്കുമല്ലേ? അടിപൊളിയല്ലേ? ഞാനിപ്പം കുറേ ആയിട്ട് ഡിസൈനർ സാരികൾ ഒരു ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ബുട്ടിക് സാരി എന്ന് പറയുന്നത് ഡിസൈനർ സാരികൾക്ക്. ഇതും അങ്ങനത്തെ ഒരു ഡിസൈനർ സാരിയാണ്. ഇത് കണ്ടാൽ ആ പിക്ചർ പിക്ചർ പടം. ഈ സാരിയുടെ അല്ല, ഇപ്പം കാണിക്കാൻ പോകുന്ന സാരി ഇത് ഇങ്ങനെ സൈഡിൽ നിൽക്കുന്നു. ഇങ്ങനെ ഇരിക്കും ഈ സാരി ഉടുത്താൽ. അങ്ങനെ നിൽക്കുമോ അല്ല. ഇതുണ്ടോ? അതായത് താഴത്തെ പോർഷൻ ഇങ്ങനെ കയറി വന്നിട്ട് ബോർഡർ, എന്നിട്ട് മുന്താണി അങ്ങനെ വന്നിട്ട് ബ്ലൗസാണ് ഒരു ചെക്ക് ഡിസൈൻ വരുന്നത്. ഞാനിവിടെ കാണിക്കാം. സാരി ഒറിജിനൽ സാരി കാണിക്കാം കേട്ടോ. എന്നാലും അതൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇനി ഒന്നുകൂടെ കാണിച്ചിട്ട് കാണിക്കാം. അപ്പം മനസ്സിലാവും. ഉടുത്തൊക്കെ കാണിക്കണം. എല്ലാവരും ഉടുത്തൊക്കെ സ്റ്റൈലായിട്ടൊക്കെ നിന്ന് കാണിക്കും. ഞാനും വല്ലവരും ഉടുത്തതിനെ കാണിക്കും. ഇതുണ്ടോ? ഇങ്ങനെയാണ് സാരി. ഇങ്ങോട്ട് വേണ്ടി ഇത്രയും പോർഷന് നമ്മൾ ഇതായിരിക്കും. ഈ താഴത്തെ ബോർഡർ ഇങ്ങനെ കയറി വന്നേക്കുന്ന പോലത്തെ ഒരു ബോർഡർ ഡിസൈനർ സാരിയുടെ ഒരു ഇതിൽ. മുന്താണി വന്നിട്ട് ഇങ്ങനെ ഇൻഡിഗോ കളറ്, ഈ ബോഡിക്ക് പാരറ്റ് ഗ്രീൻ കളറ്. ഇനി ഇത് ഫുൾ ഇങ്ങനെ തന്നെ. ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയ സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര എടുത്ത് തെറിച്ച് നിൽക്കുന്ന ഉള്ളതല്ല, പക്ഷെ ഒരു വൃത്തിയുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു സീക്വൻസ് വർക്ക്. ഇതുണ്ടോ ആ സാരി. ഈ സാരി കാണിക്കുമ്പോൾ ആ ലേഡി അത് പുതച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അത് അത്രയ്ക്ക് പിടികിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഇരിക്കും ഒരു ഐഡിയ. നല്ല സാരി ഫോൾ വെച്ചു തന്നെ ഉടുക്കണം. എന്നിട്ടേ ഈ അടിഭാഗത്തുണ്ടല്ലോ, താഴ്ഭാഗത്ത് ഒരു ബോർഡറുണ്ട്, ഒരു സിൽവർ ബോർഡറുണ്ട്. അത് ഡയറക്റ്റ് കാണാം, വീഡിയോയിൽ കാണാമോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഒരു സിൽവർ ബോർഡറുണ്ട്. അത് ഈ പടത്തേലും ഉണ്ട്. കണ്ടോ? താഴെ ഒരു സിൽവർ ബോർഡർ വരുന്നേ. ഇനി ബ്ലൗസ് കൂടെ കാണിക്കാം. ബ്ലൗസ് ചെക്കാണ്, ഈ ഇൻഡിഗോയുടെ ചെക്ക്. ഇതിൻ്റെ എല്ലാ കളേഴ്സും വരുന്നത് ഈ പാർട്ടി വരുന്ന കളർ മാത്രമേ ഉള്ളൂ ഡിഫറെൻറ്റ്. മൊത്തം 4 കളർ അല്ലേ? 4 കളർ. അപ്പം ഇവിടുത്തെ ഒരു കളർ മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ ഇൻഡിഗോ കളറാണ്. ബാക്കി എല്ലാം ഡിസൈനും സെയിം ആണ്. നല്ല ഇതുണ്ടോ? ഇതാണ് ബ്ലൗസ്. ചെക്ക് വരും. ആ ഒരു ബ്ലൗസിൻ്റെ കോമ്പിനേഷനും ഈ സാരി എല്ലാം കൂടെ കൂടി വരുമ്പം നല്ലൊരു വെറൈറ്റി ലുക്കാട്ടോ. ഇവിടെ ഉണ്ട് ബോർഡറെ. നമുക്ക് ഒരു സിൽവർ സെറി ഉണ്ട്, വളരെ മൈന്യൂട്ടായിട്ട്, ഭയങ്കര ഇതായിട്ടില്ല. മുന്താണി എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഉണ്ട്. മുന്താണി ഉണ്ടല്ലോ ഇങ്ങനെ
കണ്ടോ, ഒരു ബാട്ടിക് പ്രിൻ്റ് പോലത്തെ മുന്താണി. അടുത്ത കളറ് ഗ്രേയുടെ ഒരു ഷെയ്ഡ്. ആ ഗ്രീനിൻ്റെ സ്ഥാനത്ത് ഇത്ര വരുമ്പോൾ കണ്ടോ ഈ ബോർഡർ കറക്റ്റ് അറിയാവുന്നേ, അറിയത്തില്ലേ? അറിയത്തില്ലേ ഇത്? ഇങ്ങനെ താഴോട്ട് കാണിച്ച് ഇങ്ങനെ ഇരിക്കും സാരി. മജോറിറ്റി ഇൻഡിഗോ വൈറ്റും ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഗ്രേ അല്ല, ഒരു ബേജ് ഷെയ്ഡ്, അങ്ങനത്തെ ഒരു ഷെയ്ഡ്. മുന്താണി ഇതേ ഇങ്ങനെ ചന്തേരിയുടെ മെറ്റീരിയലാണ് കേട്ടോ. മെറ്റീരിയലിനെ പറ്റി ഞാൻ പറഞ്ഞു, ചന്തേരിയുടെ മെറ്റീരിയലാണ്. ഇവിടെ ഒരു ചെറിയൊരു വർക്ക്, ഹാൻഡ് വർക്ക് കൊടുത്തിട്ട്, ഹാൻഡ് വർക്കാണോ മെഷീൻ വർക്കാണോ എന്ന് പറയത്തില്ല, വർക്ക് കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ അല്ലാതെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലൗസ് ഇത്, ബ്ലൗസിനും ഉണ്ടൊരു ബോർഡർ കണ്ടോ, ഇവിടെ ഒരു സിൽവർ ബോർഡർ പോകുന്നുണ്ട്. ഇവിടെ ചെക്ക് അതാ ലൈനിങ് ഇട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കണ്ടോ. മുന്താണിയോ കാണിക്കണോ? ഈ സാരി അതേണ്ട ഇത് കണ്ടോ, ഇങ്ങേറ്റത്തിത്. അങ്ങനെ ബ്രോഷറുള്ളത് നല്ലതാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും സംഭവം അല്ലേ, ആർക്കണ്ട അറിയത്തില്ലാത്ത പോലെ. പൗഡർ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ് കണ്ടോ, നല്ല ഷെയ്ഡല്ലേ. എല്ലാം നല്ലതാണ്, ഇൻഡിഗോ ആയിട്ട് ചേരുമ്പോൾ നല്ലൊരു, ഇൻഡിഗോ എന്ന് പറയാൻ ഡാർക്ക് ഇൻഡിഗോ കേട്ടോ. ചിലർ നേവി ബ്ലൂ എന്ന് വേണമെങ്കിലും പറയാം, ഡാർക്ക് ഇൻഡിഗോ ശരിക്കും അത്. എന്താണ് ഇങ്ങനെ ഇതാ ഇങ്ങേറ്റത്ത് നിൽക്കുന്നു. അപ്പോൾ ഇതിനകത്ത് യെല്ലോ ഇല്ലല്ലോ, യെല്ലോ ഇല്ല നമുക്ക്. അതെന്താ കളിയായിപ്പോയി? അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. പിങ്ക് അല്ല, പീച്ച് പിങ്ക് ഷെയ്ഡ്, പീച്ച് ഷെയ്ഡ്. ഇതാ ഈ നടുക്ക് നിൽക്കുന്ന, സെൻറ്റർ നിൽക്കുന്ന സാധനം ഉണ്ടോ? ഇങ്ങനൊരിത് മുന്താണി ഇങ്ങനെ, അല്ലേ, നല്ലൊരിതാണ് ഇത്. ഇങ്ങനെ അങ്ങോട്ട് വന്നു കഴിയുമ്പം ഇങ്ങോട്ടുള്ള ഭാഗത്ത് ഈ ഒരു സാധനമല്ല, അത് മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റി വരും അല്ലേ. ശരിയാ ശരി. ആ ടൈപ്പ് സാരി കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെമി സിൽക്ക് സാരി അല്ലെങ്കിൽ സോഫ്റ്റ് സിൽക്ക് സാരി, വെറും 620 രൂപ. ധാരാളം ആവശ്യക്കാരുള്ള ഒരു കാറ്റഗറിയാണ് സോഫ്റ്റ് സിൽക്ക്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. ഇതിനകത്തെ പാടെന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഫോൾഡിങ് ഓരോന്നും എടുത്ത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് കാണിക്കുവാണെങ്കിൽ നല്ല ഈസി ആയിട്ട് കാണിക്കുക. ഇവിടുന്ന് കൈവിട്ട് പോയി കഴിഞ്ഞാൽ, കൈവിട്ട് പോയാൽ തീർന്നു കണ്ടോ. ഇതാ സാരി, ഇതിപ്പോൾ റോയൽ ബ്ലൂ ഷെയ്ഡ്, കോപ്പർ ഗോൾഡ് മിക്സ് ആയിട്ടുള്ള വീവിങ് ആണ്. ഇവിടെ ഒരു മാംഗോ പ്രിൻ്റ്, മുന്താണി വന്നിട്ട് ഇങ്ങനെ കണ്ടോ. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡർ. ഇതാണ് ബ്ലൗസ്, പ്ലെയിൻ ആണ്, ബോഡി പ്ലെയിൻ ആണ് വിത്ത് ബോർഡറുമായിട്ട്. ഞാനിങ്ങനെ പിടുത്തം ഇട്ടിരിക്കുന്ന ഈ ഫോൾഡിങ് താഴെ പോകാതിരിക്കാനാണ്. സാരിക്ക് പ്ലീറ്റ്സ് ഇടുന്ന പോലെ തന്നെ ഫോൾഡിങ് എടുത്ത് വെച്ചിരിക്കുക കണ്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ സാരിയാ, സിമ്പിളാണ്, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ ബോർഡർലെസ് ആയിട്ടുള്ള സാരി. അതിൻ്റെ വേറെ കളർ, അതിപ്പോൾ റോയൽ ബ്ലൂ, ഇതിപ്പോൾ ഗ്രേയുടെ ഒരു ഷെയ്ഡ്, ഗ്രേ വിത്ത് ഒരു മെറൂൺ. കണ്ടോ, ഇതിൻ്റെ ഡിസൈൻ വേറെ കേട്ടോ, ബോഡിയിലെ ഡിസൈൻ. ഈ ഇവിടെ വേറൊരു ഡിസൈനാണ്. ബ്ലൗസ് ഇങ്ങനെ കോൺട്രാസ്റ്റ്, ഈ ഒരു ബോഡിയിലെ സാധനം വെച്ചിട്ട് കോൺട്രാസ്റ്റ്, ബോഡിയിലെ സാധനമല്ല മുന്താണിയിലെ സാധനം വെച്ചിട്ട് കോൺട്രാസ്റ്റ് ബ്ലൗസ്, വാടാമുല്ല കളറ്.
എന്നിട്ട് ബോർഡറുമായിട്ട് സാരി ഇങ്ങനെ ഇരിക്കും. കണ്ടോ, നല്ല സിമ്പിളാണ്. ആ വിലയ്ക്ക് 101% ലാഭമാണ് ആ വിലയ്ക്ക്. കണ്ടോ, ഇതിപ്പോൾ വന്നിട്ട് ഒരു രാമ ഗ്രീൻ ഷെയ്ഡ് വരുന്ന ബോഡി. മുന്താണിക്ക് ഇത്ത മുഴുവൻ ഈ നൂലിങ്ങനെ ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു റോളായിട്ട് വന്നിട്ട് കട്ട് ചെയ്ത് വിടുന്നതോ എന്തുകൊണ്ടോ നൂലുണ്ട് ഇങ്ങനെ, അതങ്ങ് കടങ്ങിയാൽ മതി, ഇങ്ങനെ തൊട്ടാൽ പോലെ പോരും. മുന്താണി ഇത്, മുന്താണി വന്നിട്ട് നേവി ബ്ലൂ, ബോഡിക്ക് ഇങ്ങനെ. ഇതൊന്നും അധികം സ്റ്റോക്കില്ല കേട്ടോ, വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ. ബോഡി ഇങ്ങനെ, അത്രേ ഉള്ളൂ. ബ്ലൗസ് ഈ ഒരു കോൺട്രാസ്റ്റ്, അതായത് നേവി ബ്ലൂ കളർ വന്നിട്ട് ബോർഡറുമായിട്ട്. ഇനി മെറൂണും ഈ മെറൂണും ആദ്യം കാണിച്ചതും തമ്മിൽ ഡിസൈൻ സെയിമാണ്. അത് കഴിഞ്ഞ് കാണിച്ചത് കോൺട്രാസ്റ്റ് വരുന്ന ഡിസൈനായിരുന്നു. കണ്ടോ, ഡാർക്ക് മെറൂൺ. ഇങ്ങനെ ഇരിക്കും ആ ഒരു മാംഗോ പ്രിന്റുമായിട്ട്. ഇനി ഡാർക്ക് മെറൂൺ വിത്ത് രണ്ടാമത് കാണിച്ച മോഡലിൻ്റെ ഡാർക്ക് മെറൂൺ വിത്ത് ഗ്രീനാണ്, കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഗ്രീന്. അവർ തമ്മിലാണല്ലോ വലിയ കൂട്ടുകാർ പണ്ട് തൊട്ടേ ഉള്ളത്, മെറൂണും ഗ്രീനും അല്ലേ. ഇത് സംഭവം ഇത് അല്ല, ഗ്രീനും മഞ്ഞയാണല്ലോ അല്ലേ വലിയ കൂട്ട്. മുന്താണി ഇന്നത്തെ സാരി കളക്ഷൻസ് തീർന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ അല്ലേ, എല്ലാം 3 ടൈപ്പ് സാരി ഫങ്ഷൻ വെയറാ. ഒന്ന് ഒരു ഡിസൈനർ മോഡലിലുള്ള വേറൊരു കാറ്റഗറി, ഒന്ന് നമ്മുടെ ലിനൻ, അതും വളരെ സൂപ്പറാണ്. പിന്നെ ബഡ്ജറ്റ് വളരെ റേറ്റ് കുറവുള്ള അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുള്ള സെമി സിൽക്ക് സാരി. അപ്പം പേരെന്നാ പറയാനില്ല, വേറൊന്നും പറയാനില്ല. എല്ലാവരും വേഗം തന്നെ വാങ്ങിച്ചു. ഒത്തിരി സ്റ്റോക്കില്ല, വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ. എല്ലാ ദിവസവും ഒത്തിരി സ്റ്റോക്ക് വെക്കാനേ അങ്ങനെ ശരിയാകത്തില്ലല്ലോ. ഡെയിലി വീഡിയോ ഇടും, അല്ലെങ്കിൽ ആഴ്ച ഒരു 2 വീഡിയോ 3 വീഡിയോ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു മണിക്കൂർ നേരത്തെ കാണിക്കാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.